കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്രയും വേണ്ടായിരുന്നു. കുടുംബക്കാരെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ താമസിപ്പിക്കേണ്ടായിരുന്നു. ജയിക്കാൻ 18 അടവല്ല 19ാമത്തെ അടവും പയറ്റി വ്യാപകമായി വോട്ടുകൾ ചേർത്തു. 30,000 വോട്ടുകൾ ചേർത്തുവെന്ന് LDFും UDFും ആരോപിക്കുന്നു. അതിന് തെളിവായി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും തൃശ്ശൂരിൽ വോട്ട്. അതാണ് ഇപ്പോൾ LDFും UDFും എടുത്തു കാണിക്കുന്നത്. കൊല്ലം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് സുഭാഷ് ഗോപിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ റാണി സുഭാഷിനും വോട്ടുള്ളത്. കുടുംബ വീടായ ലക്ഷ്മി നിവാസ് എന്ന വിലാസത്തിലാണ് കൊല്ലത്തെ വോട്ടർ പട്ടികയിൽ രണ്ടുപേരുടെയും പേരുള്ളത്. ഇരവിപുരം മണ്ഡലത്തിലെ 84ാം നമ്പർ ബൂത്തിലാണ് ഈ വോട്ടുകൾ. വോട്ടർ പട്ടികയിൽ 1116ാമത്തെ ക്രമ നമ്പറിലാണ് സുഭാഷിന്റെ പേരുള്ളത്. അതേസമയം രണ്ടുപേർക്കും തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റിയതിൽ വിവാദമുയർന്നതിന് പിന്നാലെയാണ് സഹോദരനെതിരെ ഇരട്ട വോട്ട് ആരോപണം വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ പരാതി നൽകി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്നാണ് പ്രതാപൻ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്നാണ് പ്രതാപൻ പരാതിയിൽ പറയുന്നത്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 115ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചേർത്തത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ 22/1788 എന്ന വീട്ട് നമ്പറിൽ സ്ഥിരതാമസക്കാരാണ്. സുരേഷ് ഗോപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് 115ാം നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത്. ഇങ്ങനെ വ്യാജമായി വോട്ട് ചേർത്ത് ജയിക്കേണ്ട ഗതികേടാണ് BJPക്ക് മൊത്തത്തിലുള്ളത്. ഇങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം വേണേലും ജയിക്കാം.